ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടൻ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഇല്ല കേട്ടോ. ഏട്ടനൊരു 5:45-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് വരുന്നുണ്ട്. ഏട്ടൻ്റെ അനിയനാണ് കേട്ടോ, മാമൻ്റെ മോനാണ്. അപ്പോൾ അവനെ വിളിക്കാനായിട്ട് എയർപോർട്ടിലോട്ട് പോയേക്കുവാണേ. അപ്പം ഏട്ടനൊക്കെ ഗേറ്റ് തുറന്ന് ഇറങ്ങിയ സമയം തന്നെ ശ്രീമോനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം ഞാൻ അവനുമായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവനെ തറയിൽ നിർത്താൻ പറ്റുന്ന സമയത്തൊക്കെയാണ് വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, മോരുകറിയും വെച്ച് കേട്ടോ ഇപ്പോൾ. അപ്പോൾ പിന്നെ കാശിക്ക് ഇന്ന് അതൊക്കെ ആയിട്ട് കൊടുത്തു വിടാമെന്ന് കരുതി. കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞിയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. എനിക്കൊരു ചോളം പുഴുങ്ങുക, അത് മതി ഇപ്പോൾ രാവിലെ എന്ന് കരുതിയിരിക്കുവാണ്. ഏട്ടൻ വരുമ്പോഴത്തേക്ക് 9:30 അപ്പോഴത്തേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ നമുക്കുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ അവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വല്ല തോരനും വെക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം പിള്ളേർക്കുള്ള കോഫി എടുക്കുവാണ് ഞാൻ രാവിലെ തന്നെ. അപ്പം കാശി ശ്രീമോനും ഉണർന്നു, രണ്ടുപേരും അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവന്മാർ വയലൻ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ ജോലികൾ ഒതുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ ജോലികളും പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാല് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ബ്രൂ ആണ് ഇന്ന് എടുത്തത്. ഇന്ന് ഞാൻ ബൂസ്റ്റ് എടുക്കാൻ പോയില്ല. കുട്ടികൾക്ക് ബ്രൂ ഒന്നും കൊടുക്കരുതെന്നാണ്, പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അവനും ബോറടിക്കും, എന്നും അങ്ങ് ബൂസ്റ്റ് തന്നാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മ, എനിക്ക് ഇന്ന് കോഫി മതി എന്ന് പറയും. പക്ഷെ പാല് മാത്രമായിട്ട് കൊടുത്താൽ കുടിക്കത്തില്ല, അതിലെന്തെങ്കിലും ഇട്ട് കൊടുത്താലേ കുടിക്കാറുള്ളൂ. അങ്ങനെ ഞാനാണെങ്കിൽ അരി തിളച്ചൊന്ന് നോക്കാൻ വന്നാണ്. അതിൻ്റെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, കുറച്ച് വേവാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കഞ്ഞി എടുക്കേണ്ടത് കൊണ്ട് ഇച്ചിരി കൂടെ വേവട്ടെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറി രാത്രി വെച്ചതിൻ്റെ മെയിൻ കാര്യം തന്നെ ഇതായിരുന്നു. രാവിലെ ഇവൻ ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ തലേന്ന് വെച്ച് വെക്കാമെന്ന് കരുതി വാങ്ങിച്ച് വെച്ചതാണ്. കരളാണേ കറുത്ത എൻ്റെ അടുത്ത് കിടന്നത്. ചിക്കൻ കറിയുടെ കളറല്ല, കരൾ കാശിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചിക്കൻ കറിക്കകത്തിലിടും. ഞങ്ങളാരും കഴിക്കത്തില്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ നേരെ ചോളം പൊളിക്കാനായിട്ട് വന്നതാണ്. ചോളം പൊളിച്ച് 3ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കുക്കറിലിട്ടൊരു 3 വിസിലടിക്കും, അത്രേ ചെയ്യത്തുള്ളൂ. പിന്നെ അതിലത്ത് ഇച്ചിരി മുളക് പൊടി ഉപ്പും ഇട്ട് ഞാനതങ്ങ് കഴിക്കുകയാണ് പതിവ്. എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് കറി ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ കറി ഉള്ളത് കൊണ്ട് കറിയില്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ കറി കൂട്ടി കഴിക്കാമായിരുന്നു. പിന്നെ ഞാൻ തന്നെ ആകുമ്പോൾ എനിക്ക് മടിയുമാണ് കേട്ടോ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഏട്ടാ ഫുഡ് കഴിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കൂട്ടി ഞാൻ കഴിക്കും. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോകത്തില്ല, മടി പിടിച്ചു പോകും കേട്ടോ. ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം പയറും ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഏകദേശം എല്ലാം കഴിയുവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടാബുമായിട്ടൊന്ന് വന്നതാണ്. ഇതൊക്കെ കൊടുത്തിരുത്തിയാൽ മാത്രമേ അവനെ അവിടെ പിടിച്ചിരുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞാൻ കാശിക്കുള്ള കഞ്ഞിയാണ് എടുത്തുകൊണ്ട് വെക്കുന്നത്. അത് തണുത്ത് അവിടെ ഇരിക്കട്ടെ, ചൂടാണ്, ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ട്, കയറി വേഗം കുളിച്ച് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് വരെ അവിടെ ആടിത്തൂങ്ങി ഇരിക്കുമായിരുന്നേ. ശ്രീമോൻ ആ ടാബും പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഞാൻ അപ്പോൾ പറയുന്നത് അവിടെ പോയി ഇരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചപ്പോൾ ഒരു തരത്തിൽ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് എൻ്റെ തോളെ കയറി ഇങ്ങനെ ഇരിപ്പിലാണ് നിർബന്ധങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മാറത്തില്ല. അവൻ്റെ വാക്കിന് വേണ്ടി അങ്ങ് കാണുവാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് ഇരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോഴും കൊണ്ട് ഞാൻ അവിടെ ഇരുത്തിയെങ്കിലും അവനവിടെ ഇരിക്കത്തില്ല, തിരിച്ച് കരഞ്ഞുകൊണ്ട് വരുവാണേ. അപ്പോൾ കാശി എന്ന് നോക്കുന്നതിനാണ് അവൻ നോക്കുന്നത്. ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ യൂണിഫോം എടുത്തുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവരെയും കൊണ്ട് കയറി പോകാൻ പാടാണ്. അതുകൊണ്ട് യൂണിഫോം എടുത്തുകൊണ്ടതാണ് ടൈം ടേബിളിൽ വെച്ചത്. ഇനി നമുക്ക് ടൈം ടേബിൾ നോക്കി വെക്കാമേ. ടൈം ടേബിൾ നോക്കി വെക്കാൻ അന്നേരം ശ്രീമോനെ താഴെ നിർത്തിയിട്ട് ശ്രീമോൻ ഒരു തരത്തിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാനവിടെ ടൈം ടേബിളെ നിർത്തിക്കൊണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം അറിഞ്ഞത് കേട്ടോ. അവനാണെങ്കിൽ ഓൾ നോട്ടിൻ്റെ ബുക്ക് ട്യൂഷന് കൊണ്ടുപോയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിച്ചു. മിസ്സ് പറഞ്ഞത് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്ന് ടൈം ടേബിൾ നോക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അതില്ലെന്നുള്ളത് അറിയുന്നത്. എല്ലാ ദിവസവും ഓൾ നോട്ട് കൊടുത്തു വിടണം അവർക്ക്. എല്ലാ സബ്ജക്റ്റും അതിൽ തന്നെയാണ് എഴുതുന്നത്. അല്ലാതെ അവർക്ക് നോട്ട് ബുക്കും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റിവിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതാണ് തിരയുന്നത്, ഓൾ നോട്ട്. അപ്പോൾ കാശിയെടുത്ത് ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, ഓൾ നോട്ട് എന്ത് ചെയ്യടാൻ ചോദിച്ചപ്പോൾ അവൻ വന്ന ഉണ്ടെന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. അങ്ങനെ അവന് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ വയലൻ്റ് ആകുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്ന കേൾക്കുമായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായതിന് ഞാൻ എന്ത് വയലൻ്റ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കയറി കുളിക്കുക, മിസ്സിൻ്റെ അടുത്ത് പോയി നമുക്കത് എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുക, അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ്. ഭയങ്കര പേടിയായതുകൊണ്ട് അതൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വന്ന ഡ്രസ്സ് യൂണിഫോം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീമോൻ വന്നിരുന്നുകൊണ്ട് ഫോണിൽ നോക്കുവാണ്. അവന് മനസ്സിലായി ക്യാമറ ഓണാന്നുള്ളത്. അതിനുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കാശിക്ക് ഞങ്ങൾ പോയി കേട്ടോ. ഡ്രസ്സെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് തന്നെ മിസ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാനായിട്ട്. വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കാശി കഞ്ഞി കുടിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് നേരത്തെ എഴുന്നേറ്റില്ല, ഏട്ടൻ പോകാൻ സമയമായപ്പോഴേ എഴുന്നേറ്റത് കൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് അവനെല്ലാം റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കരുതി അങ്ങ് തൂത്തും കൂടെ വാരിയേക്കാവുന്ന. അച്ഛനും മോനും കൂടെ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടാണ് എൻ്റെ ചൂലൊടിച്ചത്. ഏട്ടൻ എന്നോട് പറഞ്ഞത് ശ്രീമോൻ ഓടിച്ചെന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തൂത്തുവാരി, കുഞ്ഞിനും തൂക്കാൻ നല്ല പാടായിരുന്നെങ്കിലും ഫ്രണ്ട് ഭാഗം എല്ലാം അങ്ങ് തൂത്തിട്ടിട്ട് കാറില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് വേഗം ഞാനിങ്ങനെ അകത്തോട്ട് കയറി കേട്ടോ. കുറച്ച് പാത്രങ്ങളെ ഉള്ളായിരുന്നു, ചായയൊക്കെ ഇട്ട പാത്രങ്ങളേ ഉള്ളായിരുന്നു. ബാക്കി പാത്രങ്ങളൊക്കെ നേരത്തെ തന്നെ അന്നേരം കഴുകിയത് കൊണ്ട് അങ്ങനെ അതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ കരുതി ജോലി ഒതുക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കരുതിയൊരു സിനിമ കാണാമെന്നേ. അപ്പം ഉയരെന്നും പറഞ്ഞുള്ള സിനിമ തിയേറ്ററിൽ വന്നപ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഏട്ടാ ആ സിനിമയൊന്ന് കാണിക്കാൻ കൊണ്ടുപോകും, എല്ലാവരും നല്ല റിവ്യൂ പറയുന്നുണ്ട്, എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നേരം ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ പോകാനായിട്ട്. അതുകൊണ്ട് പോയി കാണാത്തതുകൊണ്ട് ഇത് ഇനി ഇത് ടി വി വരുന്നതെന്ന് നോക്കി ഞാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഹോട്ട്സ്റ്റാറിലാണോ C5-ലാണോ എന്നറിയാൻ വയ്യ, ഏതിലോ ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അത് കാണാമെന്ന് കരുതി കേട്ടോ, കാശിയെ വിട്ടിട്ട്. പിന്നെ എനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മളാണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ചേട്ടനും അനിയനും കൂടി ഇരുന്ന് കളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രീമോനെ കുളിപ്പിച്ച്, ശ്രീമോൻ മുമ്പേ ഇട്ടിരുന്ന ഡ്രസ്സല്ല ഇപ്പോൾ ഇട്ടേക്കുന്ന, ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. മുമ്പേ ഒരു റെഡ് ആയിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. വേറെ ഡ്രസ്സൊക്കെ ഞാൻ ഇടിയിച്ച്. ഡ്രസ്സ് ഇട്ടത് കണ്ടില്ല നിങ്ങളതാ, ഡ്രസ്സില്ലാതെ നിൽക്കുന്നതെല്ലാം കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടാണ് ഞങ്ങൾ മിസ്സിൻ്റെ വീട്ടിൽ പോയത്. അത് കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് പിന്നെ കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. ഡ്രസ്സ് കുളിക്കുമ്പം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. 5 മിനിറ്റ് ഇടവിട്ട് എത്ര ഡ്രസ്സാണ് ഇവിടെ മാറുന്നതെന്നറിയാമോ. അതുകൊണ്ട് ഇവൻ്റെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ കഴുകാനുള്ളത്. അങ്ങനെ ഞാനാണെങ്കിൽ സിറ്റ് ഔട്ട് തൂത്ത് വരാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ശ്രീമോൻ ഇറങ്ങി അങ്ങ് പോവുകയാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാശിയുടെയാണ് കേട്ടോ. അവൻ്റെ ഡ്രസ്സ് അവന് വേണ്ട. കാശിക്ക് ചെറുതായ ഡ്രസ്സ് ഞാൻ അതുപോലെ വെച്ചിട്ട് ഒന്നും അഴുക്കായിട്ടില്ല. അപ്പോൾ ആ ഡ്രസ്സേ അവൻ ഇടാറുള്ളൂ കേട്ടോ. അത് അവന് ഇഷ്ടമിടുന്നത്. അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കാശിയുടെ ബാസ്ക്കറ്റിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. അങ്ങനെ അവന്മാർ പിന്നെയും TV കാണാനായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. സമയമുണ്ട്, വാൻ വന്നിട്ടില്ല, അതുകൊണ്ട് സമയമുള്ളതുകൊണ്ട് TV കാണാമെന്നും പറഞ്ഞ് പോയിരിക്കുവാണ്. റിവിഷനാണ്, ഇരുന്ന് വല്ലതും പഠിക്കാൻ പറഞ്ഞമ്മ പഠിച്ച് ഞാൻ കുഴഞ്ഞതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം TV കണ്ടോട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. യൂട്യൂബ് തന്നെ ഇടുന്നത്, അതിൻ്റെ അകത്ത് ഗ്രാനി എന്നും പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതാണ് മെയിനായിട്ട് കാണുന്നത്. അങ്ങനെ അവരത് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ജോലികൾ കുറേശ്ശെ ഒതുക്കിക്കൊണ്ട് നിൽക്കുവാണ്. തൂത്തുവാരൽ കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിയും. ഇന്ന് പിന്നെ തുടച്ചും കൂടെ മാറ്റാനുണ്ട് കേട്ടോ. തുടച്ച് മാറ്റിയിട്ട് വേണം ഇന്നോട്ട് വിളക്ക് കത്തിച്ച് തുടങ്ങാനായിട്ട്. പീരീഡ്സ് തുടങ്ങി 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിളക്ക് കത്തിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് തുടച്ചെല്ലാം തൂത്ത് മാറ്റി ബെഡ്ഷീറ്റും എല്ലാം മാറ്റിയിട്ട് വേണം നമുക്കിനി വിളക്ക് കത്തിക്കാനായിട്ട്. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇന്നലെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ തുടച്ച്, ഇനി തുടയ്ക്കുകയല്ല, ഇന്ന് തൂത്തിപ്പം ഇനി തുടയ്ക്കുകയും കൂടെ ചെയ്യും കേട്ടോ. അത് വൈകിട്ടത്തേക്കേ തുടയ്ക്കത്തുള്ളൂ, വിളക്ക് കത്തിക്കുന്നതിനൊക്കെ മുമ്പായിട്ട്. അങ്ങനെ തുടച്ചിട്ട് വേണം എല്ലാ പരിപാടികളും ഇനി ഒന്നെന്നും പറഞ്ഞ് തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ തൂക്കുന്ന സമയത്തെല്ലാം പിള്ളേർ 2 പേരും അവിടെ ഇരിപ്പുണ്ട്, TV കണ്ടുകൊണ്ടിരിക്കുവാണ്. ആ TV കാണുന്നതാണ് ഗ്രാനി. അതൊക്കെ എന്തുവാന്ന് ശ്രീമോൻ സഹിതം അറിയാം. ശ്രീമോനാണെങ്കിലും TV-യിലാണെങ്കിലും ഫോണിലാണെങ്കിലും എല്ലാം ഇതിൻ്റെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഗെയിമും എടുത്തൊക്കെ വെച്ച് കളിക്കും കേട്ടോ. അവനും അറിയാം ഇവൻ ഈ കാണിക്കുന്നതുകൊണ്ട്. കാശി എന്തോ കാണിച്ചാൽ അതുപോലെ കാണിക്കും. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണത്. കാശി എന്തോ കാണിക്കുന്നത് നോക്കിയിരിക്കുകയാണ്, അതുപോലെ എല്ലാം അവൻ കാണിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുവേ. അങ്ങനെ തൂത്ത് വാരിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കൊക്കെ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം നേരത്തെ തന്നെ ഷൂവും സോക്സും ഇട്ടതുകൊണ്ട് ഞാനത് മാറ്റാൻ നിന്നില്ല, മഴ തോരുമെന്ന് കരുതി. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് മഴയായിരുന്നു, അന്നേരം ഷൂവും സോക്സും ഇട്ട് കൊടുത്തില്ല. ഞാൻ സാധാ സ്ലിപ്പറാണ് അവൻ ഇട്ട് കൊടുത്തത്. സ്ലിപ്പറല്ല, കെട്ടിയരിപ്പാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ അങ്ങ് തോന്നിയിട്ടുണ്ടായിരുന്നു അവൻ പോയി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ മിസ്സിനെ വിളിച്ച് പറയുകയും ചെയ്തു, മിസ്സേ അവനിന്ന് ചെരുപ്പിട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്, മഴയായിരുന്നു ഇവിടെ ഇറങ്ങിയ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ പോയി കുറച്ച് നേരം മഴയെ ആസ്വദിക്കുവാണ്. വാൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുട നിവർത്തി അവിടെ വെച്ചേക്കുവാണ്. അവൻ പോകാൻ നേരം വാൻ വരുമ്പോഴത്തേക്ക് വേഗം ഇറങ്ങണമല്ലോ. അപ്പോൾ കുട എടുത്ത് കൊടുക്കാമെന്നും കരുതി ഞാൻ വന്നതാണ്. അപ്പോഴത്തേക്ക് വാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശ്രീമോനെ എടുക്കാതാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അവിടെ നിൽക്കും മഴയെ, അതുകൊണ്ട് കുഞ്ഞവിടെ നിൽക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അവനെ ഇറക്കാത്തതിന്. കുടയും പിടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അവന് ഭയങ്കര വാശിയായി ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞാൻ കാശിയെ വിട്ടു. കുറച്ച് പിള്ളേരെ ഉള്ളായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും പിള്ളേർ കുറവായിരുന്നു ഇന്ന് വാനിൽ.
അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റും അടച്ചകത്ത് കയറിയിട്ട് ഞാൻ ശ്രീമോനെ എടുത്ത് കുറച്ച് സമയം വെളിയിൽ നിന്ന് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാണ്. കരഞ്ഞ് ഒരു പരുവാവും, പനിയും പിടിപ്പിക്കും ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവൻ്റെ കൂടെ ബോളൊക്കെ കളിച്ച് വെളിയിൽ കുടയും പിടിച്ച് നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങ് ഓക്കെ. അവൻ പറയുന്നത് ഇച്ചിരി നേരം ഒന്ന് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കരയത്തില്ല. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ അടച്ചിങ്ങ് അകത്ത് കയറി. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പം തുറന്നാൽ മതിയല്ലോ. അപ്പോൾ കാശിയും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അധികം ജോലിയൊന്നുമില്ല. എനിക്ക് ആ ചോളമൊക്കെ ഒന്ന് പൊളിച്ച് കഴിക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ സിനിമ നോക്കുവാണ്, ഏതിലാണ് ഉള്ളതെന്നുള്ളത് നോക്കുമായിരുന്നു. അങ്ങനെ ഹോട്ട്സ്റ്റാറിലായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ സിനിമ ഇട്ടു. അത് കുറച്ചൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് പോയി ചോളം ഇളക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ കടിച്ചു തിന്നാനും പറ്റും. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, മെനക്കേടില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാം അരിഞ്ഞിട്ടുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഇത് വൈകുന്നേരമാണ് കേട്ടോ. കാശി വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നു, ഫുഡ് കഴിച്ചു, ഏട്ടൻ പോയി, ഉച്ചയ്ക്ക് വന്നു, ഫുഡ് കഴിച്ചു. അങ്ങനെയുള്ള പല പല പരിപാടികൾ നടന്നെങ്കിൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് വൈകിട്ട് കാശി വന്നതിന് ശേഷമുള്ള ഇതാണ്. ഇനി ഏട്ടൻ വന്നിട്ട് വേണം അവനെ ട്യൂഷന് കൊണ്ട് വിടാനായിട്ട്. ഞങ്ങൾക്കിന്ന് പള്ളിയിലും പോകണം, ചൊവ്വാഴ്ചയാണ്. അപ്പം ഞാൻ തുടച്ച് മാറ്റിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഇപ്പോൾ ഒരു മഗ് വെള്ളം അവിടെ കൊണ്ട് ഒഴിക്കുകയും ഒഴിച്ചു. അതുകൊണ്ടാണ് വേഗം തന്നെ ഞാനാണെങ്കിൽ തുടയ്ക്കാനായിട്ട് അങ്ങ് ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കത്തുള്ളായിരുന്നു, കാശി ട്യൂഷന് പോയതിന് ശേഷമേ. അപ്പം ഇതിപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇനി എന്തായാലും തുടച്ചെല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമായിട്ട് തുടയ്ക്കണ്ടല്ലോ എന്നും കരുതി ഞാനാണെങ്കിൽ ബാക്കിയും കൂടെ അങ്ങ് തുടച്ച് മാറ്റുവാണ്. അപ്പോഴത്തേക്ക് സുധീഷ് മാമൻ കൊണ്ടുവന്ന മുട്ടായി അവിടെ മാറ്റയിലെല്ലാം ശ്രീമോൻ പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയപ്പോൾ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോൾ തന്നെ അവൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു മുട്ടായിയൊക്കെ കുറച്ച്. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ഞാൻ അതെല്ലാം അങ്ങ് തുടച്ച് മാറ്റിയതാണ്. എടുത്ത് കുടഞ്ഞൊക്കെ വിരിച്ചിട്ടതാണ്. പക്ഷേ ഈ മുട്ടായി വീണത് കൊണ്ട് തന്നെ അതെല്ലാം തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ അവിടെ നിന്ന് വരുന്നു, ഒരു ട്രെയിൻ ഇപ്പുറത്തുനിന്ന് വരുന്നു. അങ്ങനെ 2 ട്രെയിൻ പോകാനുണ്ടായിരുന്നേ. നമ്മളവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്രെയിൻ വന്നത്. അങ്ങനെ ഈ ട്രെയിൻ എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ. നമ്മൾ ആദ്യം പോയ ട്രെയിൻ ഉണ്ടല്ലോ, അതവിടെ പിടിച്ചിട്ട് കേട്ടോ. അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ. ഈ ട്രെയിൻ പോയതുകൊണ്ട് ഞങ്ങൾ ആദ്യം കണ്ടതും ഇല്ലായിരുന്നു അപ്പുറത്ത് പിടിച്ചിട്ട കാര്യം. അടിയിൽ കൂടെ നോക്കിയപ്പോൾ ട്രെയിൻ എവിടെ നിന്ന് അനങ്ങുന്നില്ല, അവിടെ തന്നെ കിടക്കുന്നതാണേ കണ്ടത്. അപ്പോൾ ഒരുപാട് സമയമായി. അവിടുന്ന് ആ ചെക്കറാണോ ആരാന്നറിയാൻ വയ്യ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതാണ്. പുള്ളി നടന്ന് അങ്ങേയറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ട്രെയിൻ അനങ്ങി തുടങ്ങി കേട്ടോ അവിടുന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞ് അവിടെ നിൽക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ നിന്നവരെത്തുന്നതിനെക്കാട്ടി മുമ്പ് നമ്മളിവിടെ എത്തിയില്ലേ, അപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി നടന്നെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ലെന്നും പറഞ്ഞ് ഞാൻ ആദ്യം മെഴുകുതിരി കത്തിച്ചു. അതിനുശേഷം ഏട്ടൻ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ കത്തിക്കാൻ പോയ സമയത്ത് നമ്മൾ നേർച്ചയ്ക്ക് കൊടുക്കുന്ന ബന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീമോൻ എപ്പോൾ ചെന്നാലും ബന്ന് വേണം. ബന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി നിർമ്മലയിലോട്ടാണ്. നമ്മൾ കോളേജിലുള്ള കാശിക്ക് 2 ഫോട്ടോ കോപ്പി എടുക്കാനുണ്ട് കേട്ടോ. റോബോട്ടിക്സിന് എന്തോ ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ നിന്ന് നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊടുത്ത് എടുക്കുവാണേ. അപ്പോൾ വെളിയിൽ ഞങ്ങൾ പോസ്റ്റായിരുന്നു. ശ്രീമോൻ്റെ കയ്യിലെ ബന്ന് തീർന്നിട്ടില്ല, ബന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് ഇങ്ങ് പോരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.